Yeah. ഇതായിരുന്നു ക്വസ്റ്റ്യനിലെ. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി സംഗതി ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് ട്രിക്കിയാണ് സാധനം. കുറച്ച് ട്രിക്കിയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രോബ്ലം. ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾ എത്രത്തോളം വിജിലന്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സി, നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കാം. ഇതില് ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം, അല്ലേ? അതല്ലേ നല്ലേ? Yeah. Okay. So the first one, cash in hand. ഫസ്റ്റ് തന്നിരുന്നു ക്യാഷ് ഇൻ ഹാൻഡ്. ഇത് നമ്മൾ എവിടെ എഴുതേണ്ടത്? ക്യാഷ് ബുക്കിന്റെ ഏത് സൈഡിലാണ് എഴുതേണ്ടത്? റെസിപ്റ്റിലാണോ, പേയ്മെന്റിലാണോ, ബാങ്കിലാണോ, ക്യാഷിലാണോ, ഡിസ്കൗണ്ടിലാണോ? പ്ലീസ് മെൻഷൻ ദ ചാറ്റ് ബോക്സ്. എവിടെയാണ് എഴുതേണ്ടത്? എവിടെയാണ് എഴുതേണ്ടത്? ഇതിൽ 7th ട്രാൻസാക്ഷൻസും അതേപോലെ 12th ട്രാൻസാക്ഷൻസ് ആൻഡ് 13th ട്രാൻസാക്ഷൻസ്, ഇതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആയവർ ഇതിൽ നിൽക്കണം എന്ന് നിർബന്ധം ഞാൻ പഠിക്കുന്നില്ല. ബിക്കോസ് ഓഫ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മെയിൻലി ആ മൂന്നെണ്ണമാണ് മെയിൻ. അതിന്റെ കോൺസെപ്റ്റ് എന്താന്നുള്ളതാണ്. അപ്പൊ അത് ക്ലിയർ ആണ്, സെറ്റ് ആണെങ്കിൽ നിങ്ങൾ ടൈം എന്ത് ചെയ്യണ്ട, വേസ്റ്റ് ചെയ്യേണ്ട. നിങ്ങൾ ഇന്നലത്തെ പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, അസൈൻമെന്റ് ചെയ്യാം. ഇനി അതല്ല, എനിക്ക് അത് ഒന്നും കൂടെ കിട്ടണം എന്നാണെങ്കിൽ യു ക്യാൻ സ്റ്റേ വിത്ത് മീ, നോ പ്രോബ്ലം. ഐ ആം ഓൾവേസ് വെൽക്കം. ഓക്കെ, സോ എവിടെയാണ് റെസിപ്റ്റിലാണ് അല്ലേ? റെസിപ്റ്റിൽ എവിടെ? ആമി പ്ലീസ് റെസ്പോണ്ട്. ചാറ്റ് ബോക്സിൽ വാ. റെസിപ്റ്റിൽ എവിടെയാണ്? റെസിപ്റ്റിൽ ക്യാഷിലാണ് നമ്മൾ കാണിക്കേണ്ടത്. സോ ഇറ്റ്സ് ഇൻ എ ക്യാഷ് കോളം. എവിടെ? റെസിപ്റ്റ്. യാ, ദാറ്റ് ഇസ് വെരി 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 ക്ലിയർ. ദെൻ ബാങ്ക്, ഓവർ ഡ്രാഫ്റ്റ് ഇൻ ബാങ്ക്. എവിടെയാണ് എഴുതേണ്ടത്? ഓവർ ഡ്രാഫ്റ്റ് ഇൻ ബാങ്ക് ഏത് സൈഡിലാണ്, ഏത് കോളത്തിലാണ്, ഏത് സൈഡിലാണ്? ഏത് കോളത്തിലാണ്, ഏത് സൈഡിലാണ്? ഓവർ ഡ്രാഫ്റ്റ് ഇൻ ബാങ്ക്, March 1st ഓവർ ഡ്രാഫ്റ്റ് ഇൻ ദ ബാങ്ക് ഏത് സൈഡിൽ, ഏത് കോളത്തിലാണ് എഴുതുന്നത്? എക്സാക്ട്ലി പേയ്മെന്റ് സൈഡിൽ. എവിടെ? ബാങ്കില് പേയ്മെന്റ് സൈഡിലാണ്. ഇറ്റ്സ് എ വെരി 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 സിമ്പിൾ. ബാങ്കില് പേയ്മെന്റ് സൈഡിലാണ്, ബിക്കോസ് ഓഫ് ഇറ്റ്സ് എ നെഗറ്റീവ് ബാലൻസ്. നെഗറ്റീവ് ബാലൻസ് മീൻസ് നമ്മൾ എവിടെ എഴുതും? പേയ്മെന്റ് സൈഡിൽ എഴുതും. ഓക്കെ, സോ നെക്സ്റ്റ്, ക്യാഷ് സെയിൽസ് നമ്മൾ എവിടെ എഴുതേണ്ടത്? ക്യാഷ് സെയിൽ നമ്മൾ ഏത് സൈഡിൽ, ഏത് കോളത്തിൽ, ഏത് സൈഡ്? മൂന്ന് കോളം ക്യാഷ് ബുക്ക് ഉണ്ടാവും. എനിവേ നമുക്കത് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഫോർമാറ്റിലേക്കൊക്കെ വരും, ഡോണ്ട് വെറി. ഇപ്പോ നിങ്ങൾ പറയേണ്ടത്, ഞാൻ ചോദിക്കുന്ന ട്രാൻസാക്ഷൻസ് ഏത് കോളത്തിലാണ് എഴുതേണ്ടത്, ഏത് സൈഡിലാണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് ദ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. ക്ലിയർ ആണോ? ഇപ്പൊ നിങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഫോർമാറ്റിലേക്കും ബാക്കിയുള്ളതിലേക്കും നമ്മൾ വരും. ഡോണ്ട് വെറി, നമ്മൾ അതിലേക്ക് വരും. സോ ഏത് സൈഡിൽ എഴുതും? ക്യാഷ് സെയിൽ. റെസീവ് സൈഡിൽ ക്യാഷ് കോളത്തിൽ എഴുതും. ദാറ്റ് ഈസ് വെരി ഗുഡ്. ക്യാഷ് കോളം ആൻഡ് റെസീപ്റ്റ് സൈഡിൽ എഴുതും. Now paid സുഷിൽ ബ്രോസ് ബൈ ചെക്ക്. ഓക്കെ, ഞാൻ ആ ഇമേജ് ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്തപ്പോൾ ചെറിയൊരു ക്ലാരിറ്റി വരുന്നുണ്ട്. പെയ്ഡ് ടു സുഷിൽ ബ്രോസ് ബൈ ചെക്ക് ഏത് കോളത്തില്, ഏത് സൈഡില്? ഏത് കോളത്തില്, ഏത് സൈഡില്? പെയ്ഡ് സുഷിൽ ബ്രോസ് ബൈ ചെക്ക് ഏത് കോളത്തിലാണ്, ഏത് സൈഡിലാണ്? പേയ്മെന്റ് ബാങ്കിലാണ്. ഓക്കെ, വെരി ഗുഡ്. Please, everyone try to answer. Okay, so bank column, payment side. Now discount received. ഏതാ കോളം? ഡിസ്കൗണ്ട് റിസീവ്ഡ് ഏതാ കോളം, ഏതാ സൈഡ്? ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഓക്കെ, ഏത് കോളം? ഡിസ്കൗണ്ട് കോളം. ഇറ്റ്സ് നോ ഡൗട്ട് അറ്റ് ഓൾ, അല്ലേ? സോ ഡിസ്കൗണ്ട് കോളം. ഓക്കെ. ഏത് സൈഡിലാണ്? നസറിൻ ഒന്നുകൂടെ പറയൂ, ഏത് സൈഡിലാണ്? പറയൂ. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഏത് സൈഡിലായിരിക്കും?
യെസ്, പേയ്മെന്റ് സൈഡിൽ. പേയ്മെന്റ് സൈഡിൽ. ഓക്കെ. സോ സെയിൽസ് ത്രൂ ക്രെഡിറ്റ് കാർഡ്. സെയിൽസ് ത്രൂ ക്രെഡിറ്റ് കാർഡ് ഏത് സൈഡിലേക്ക് വരാം? സെയിൽസ് ത്രൂ ക്രെഡിറ്റ് കാർഡ് ഏത് കോളത്തിൽ, ഏത് സൈഡിൽ? ഏത് കോളത്തിൽ, ഏത് സൈഡിൽ? സെയിൽസ് ത്രൂ ക്രെഡിറ്റ് കാർഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. സോ സെയിൽസ് ത്രൂ ക്രെഡിറ്റ് കാർഡ്. ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട്, ഇത് എന്താ പറയുക, ഭയങ്കര സിമ്പിൾ ആണ്. ക്രെഡിറ്റ് കാർഡ് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് എൻ എ ലോൺ, സിമിലർ ടു ലോൺ ആണ്. സിമിലർ ടു ലോൺ ആണ്. അതായത് ബാങ്ക് നമുക്ക് ഡെബിറ്റ് കാർഡ്, നമ്മളെ ഡെബിറ്റ് കാർഡിൽ എന്താ ഉണ്ടാവുക? ഡെബിറ്റ് കാർഡിന്റെ ബാലൻസ് എന്തായിരിക്കും? ഇറ്റ്സ് ഈക്വൽ ടു നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് ആണ്. നമുക്ക് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് ആണ് നമുക്ക് ഡെബിറ്റ് കാർഡ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റുക? പർച്ചേസ് ചെയ്യാൻ പറ്റുക, അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിലെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവുക. ദെൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ബാങ്ക് അഡ്വാൻസ് ആയിട്ട് നമുക്ക് കുറച്ച് പൈസ തരും. അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഈ അഡ്വാൻസ് പൈസയിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് കഴിഞ്ഞ് മന്ത് എൻഡ് ആകുമ്പോഴേക്ക് അത് റീപേ ചെയ്യണം. സോ ദിസ് ഈസ് ദ ക്രെഡിറ്റ് കാർഡ്. നത്തിങ് ബട്ട് ഇറ്റ്സ് എ ക്രെഡിറ്റ് കാർഡ്. ഇത് നമുക്ക് ബാങ്ക് തരുന്ന ഒരു ഫെസിലിറ്റിയാണ്. സോ നമ്മൾ സെയിൽ ചെയ്തു. സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് എന്തായിട്ട് തരാം? ഒന്നെങ്കിൽ ഇത് ക്യാഷ് ആയിട്ട് തരാം. സോ നമ്മൾ ക്യാഷ് ബുക്കിലേക്ക് വരും. അതല്ലെങ്കിൽ ചെക്ക് ആയിട്ട് തരാം. അപ്പോൾ അത് ബാങ്കിലേക്ക് പോകും. ദെൻ ഡെബിറ്റ് കാർഡ് ആയിട്ട് തരാം. ഡെബിറ്റ് കാർഡ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ഡയറക്റ്റ് ടു ബാങ്ക് ആണ്. കാരണം കസ്റ്റമർ പേ ചെയ്യുന്നുണ്ടാവും, അവർ ഡെബിറ്റ് കാർഡ് ത്രൂ കാരണം, അതുകൊണ്ട് അത് നേരിട്ട് ബാങ്കിലേക്ക് പോകും. ദെൻ ക്രെഡിറ്റ് കാർഡ്, അതും നേരിട്ട് ബാങ്കിലേക്കാണ് പോവുക. സോ ദിസ് ഈസ് ദ ഡിഫറൻസ്. ദിസ് ഈസ് ഓൺലി ദ ഡിഫറൻസ്. ഈ ഡിഫറൻസ് മാത്രമേ ഇത് തമ്മിലുള്ളൂ. ക്ലിയർ ആണോ? സോ ഇത് നമ്മൾ എവിടെ എഴുതും? പറ, എവിടെ എഴുതും? ബാങ്കിൽ എഴുതും, റെസീപ്റ്റ്സിൽ എഴുതും അല്ലെ? സോ ബാങ്ക് കോളത്തിൽ എവിടെ? ബാങ്ക് കോളത്തിൽ റെസീപ്റ്റിൽ എഴുതും. റെസീപ്റ്റിൽ എഴുതും. സോ റിസീവ്ഡ് ചെക്ക് ഫ്രം സജിൻ. സജിന്റെ കയ്യിൽ, ഓക്കെ, സജിൻ അല്ല, ശ്രീജന്റെ കയ്യിൽ ചെക്ക് കിട്ടി. നമ്മൾ ഏത് കോളത്തില്, ഏത് സൈഡിൽ? വെരി സിമ്പിൾ. ഇറ്റ്സ് എൻ എ ബാങ്ക് കോളം, റെസിപ്റ്റ്. ദിസ് ഈസ് നാച്ചുറൽ വേ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പറയുക? ഈ പ്രശ്നം നമുക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്നാമത്തെ രീതി എന്ന് വെച്ചാല് ക്വസ്റ്റ്യനിൽ ഇവിടെ ക്ലിയർ ആയിട്ട് പറയും. എന്താ പറയാ? ചെക്ക് ആർ ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ചെക്ക് ആർ ഫസ്റ്റ് ട്രീറ്റഡ് ആസ് ക്യാഷ് റെസീപ്റ്റ്. ചെക്ക് നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യും? അത് ഫസ്റ്റ്ലി നമ്മൾ ക്യാഷ് റെസീപ്റ്റ് ആയിട്ട് കാണിക്കുമെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒന്ന്, ഇവിടെ ചെക്ക് കിട്ടി. ഓക്കെ, കറണ്ട് ഡേറ്റിൽ 6th ചെക്ക് കിട്ടി. ഈ 6th കിട്ടിയത് തൊട്ടടുത്ത ദിവസം നമ്മൾ അത് ബാങ്കിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ സിംപ്ലി സെയിങ് ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ നമ്മളോട് കൃത്യമായിട്ട് പറയും. ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് മെൻഷൻഡ്. ക്വസ്റ്റ്യനിൽ നമ്മളോട് കൃത്യമായിട്ട് പറയും. എന്താ പറയാ? ചെക്ക് ആർ ഫസ്റ്റ് ട്രീറ്റഡ് ഓർ സംതിങ് ലൈക്ക് ആസ് ക്യാഷ് റെസീപ്റ്റ്.
ഇങ്ങനെ ക്വസ്റ്റ്യനിൽ പറയും. ഇനി ഇങ്ങനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെക്ക് കിട്ടി, ചെക്ക് റിസീവ്ഡ്, ആൻഡ് ഓൺ ദ നെക്സ്റ്റ് ഡേ deposited into bank or endorsed by someone. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ കണ്ടാൽ we have to think about it. It's like നമ്മൾ എന്താണ്, ചെക്കിനെ ഫസ്റ്റ് നമ്മൾ ക്യാഷ് റെസിപ്റ്റ് ആയിട്ടാണ് കണക്ക് കൂട്ടുക. ക്ലിയർ ആണോ? ചെക്ക് കിട്ടിയതിനെ നമ്മൾ ഫസ്റ്റ് ക്യാഷ് റെസിപ്റ്റ് ആയിട്ട് കണക്ക് കൂട്ടണമെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരെണ്ണം നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടണം. വെദർ ഇറ്റ് ഈസ്, ഒന്നാമത്തത് എന്താവാം, ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് അത് മെൻഷൻ ചെയ്യണം, എന്ത്, ചെക്ക് കിട്ടിയതിനെ നമ്മൾ ക്യാഷിലേക്ക് നമ്മൾ കാണിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിൽ ഇറ്റ്സെൽഫ് നമ്മൾ പറയണം. അതല്ലെങ്കിൽ എന്തോ ചെയ്യണം, നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം എന്ത്, അത് എന്താ പറയാ, തൊട്ട് നെക്സ്റ്റ് ഡേയിൽ തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ക്ലിയർ ആണോ? അത് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കണം. സോ ഏതെങ്കിലും ഒരെണ്ണം ഈ ഒരെണ്ണം നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം ഇതെന്താണ്, ചെക്ക് കിട്ടിയതിനെ നമുക്ക് ക്യാഷ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ദിസ് ഈസ് ദ വെരി 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 സിമ്പിൾ ലോജിക്. ക്ലിയർ ആണോ? ഇതെന്തിനാന്ന് വെച്ചാല് നോക്കൂ, നമുക്ക് പലപ്പോഴും എന്താ സംഭവിക്കാന്ന് വെച്ചാല്, ചെക്ക് കിട്ടും, റിസീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്യും. ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മൾ ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് വൺ സെക്കൻഡ് ഇടാം. നമ്മൾ പുതിയൊരു ഓക്കെ, let it be view settings. So great. Bank account, debtor to bank account, debtor to ടു ഡെപ്റ്റേഴ്സ്. ആരാണോ ഡെപ്റ്റർ തന്ന ആരാണോ അവരെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ എഴുതും. ഇങ്ങനെ എഴുതുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാല്, നമ്മളുടെ ബാങ്കിന്റെ അക്കൗണ്ടിൽ ഡയറക്ട്ലി ഈ പറയുന്ന എമൗണ്ട് കൂടി. ഫോർ എക്സാമ്പിൾ 6800 ആണെങ്കിൽ ഇത് എഴുതുമ്പോൾ തന്നെ ബാങ്കിൽ കൂടി. സത്യത്തിൽ നമുക്ക് ചെക്ക് കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യുക, ചെക്കിനൊരു ഡേറ്റ് ഉണ്ടാവും. ചെക്കിന് ഒരു ഡേറ്റ് ഉണ്ടാവും. സോ ഈ ഡേറ്റ് ഏതായിരിക്കും, മേ ബി 10/11/2025 ഇങ്ങനെ ആവാം. സോ ഈ ഡേറ്റ്, ചെക്കിന്റെ ഈ ഡേറ്റ് ഉണ്ടല്ലോ, ഈ ഡേറ്റിന്റെ അന്നേ നമുക്ക് ചെക്ക് ബാങ്കിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ടു ബാങ്ക്. ക്ലിയർ ആണല്ലോ? ഫോർ എക്സാമ്പിള് ഈ ഡേറ്റ് നമുക്ക് നമ്മളങ്ങനെ പ്രസന്റ് ചെയ്തു വിചാരിച്ചോ. ചെക്ക് കിട്ടിയാൽ നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലിയറിംഗ് ടൈം ഉണ്ട്. ക്ലിയറിംഗ് ടൈം, ഈ ക്ലിയറിംഗ് ടൈം ഇപ്പോ പുതിയ നിയമപ്രകാരം ഒക്ടോബർ ഓൺവേർഡ്സ് ആക്ച്വലി ക്ലിയറിംഗ് ടൈം എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാക്കി. ഇന്ന് നമ്മൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തന്നെ അത് നമ്മളുടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് കയറും. ബട്ട് ഈ കഴിഞ്ഞ ഒക്ടോബറിന്റെ മുമ്പ് വരെ ക്ലിയറിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 to 4 days ആയിരുന്നു. 3 to 4 days. സോ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും ഈ ഫണ്ട് നമുക്ക് കിട്ടാൻ എത്രയാവും? മിനിമം 3 to 4 days എടുക്കും നമ്മളെ അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യാൻ. സോ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അപ്പൊ എന്താവും? നമ്മുടെ ബാങ്ക് ബാങ്കിൽ കൂടിയിട്ടുണ്ടാവോ? ആക്ച്വലി കൂടിയിട്ടുണ്ടാവില്ല. സോ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ അജണ്ട. ദെൻ മാത്രമല്ല നമുക്കൊരു എന്താ പറയാ, ഈ ചെക്ക് കിട്ടി, ഓക്കെ, ഈ ചെക്ക് കിട്ടി നമ്മൾ റെക്കോർഡ് ചെയ്തു. ഈ റെക്കോർഡ് ചെയ്ത സാധനം നമ്മൾ ബാങ്കിൽ പ്രസന്റ് ചെയ്യും. ഈ പ്രസന്റ് ചെയ്തതിന് നമ്മുടെ അടുത്ത് പ്രത്യേകിച്ച് റെക്കോർഡോ ട്രാക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. സോ ഈ ഒരു പ്രോസസ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളുടെ വിസിബിലിറ്റി, കാരണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ബാങ്കിലായിരിക്കുമല്ലോ ഉണ്ടാവുക, മറ്റേത് നമ്മുടെ കയ്യിൽ. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഓൺലൈനിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവൈലബിൾ ആണ്, ഡെയിലി ബാങ്ക് റീകൺസിലേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ മന്ത്ലി വൺസേ ബാങ്ക് റീകൺസിലേഷൻ നടക്കുള്ളൂ. അപ്പൊ എനിവേ ഇത് പണ്ടത്തെ സിസ്റ്റം വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാല് നമ്മൾ ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെക്ക് കിട്ടിയാല് അതിനെ നേരെ ബാങ്കിലേക്ക് വിടൂല. അതിന് പകരം ഇതിനെ നമ്മൾ ക്യാഷ് കിട്ടിയതായിട്ട് കാണിക്കും. എന്നിട്ട് ഇത് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തതായിട്ട് കാണിക്കും. ദിസ് ഇസ് എ സിമ്പിൾ പ്രോസസ്. ഇതാണ് ആക്ച്വലി എന്ത്, ക്യാഷ് ചെക്ക് കെട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ക്യാഷ് ആയിട്ട് ഫസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ ആ മെത്തേഡ്, ആ പ്രോസസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ്. ക്ലിയർ ആണോ? സോ അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ ക്യാഷിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാഷിന് പകരം സോ ഈ ഈ ബാങ്കിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ക്യാഷിലേക്ക് കാണിക്കുന്നു. എവിടെ കാണിക്കുന്നടാ? ക്യാഷിലേക്ക് കാണിക്കുന്നു. ക്ലിയർ ആണോ? സിംപ്ലി സെയിം. നൗ അതിനുശേഷം 7th എവിടെ കാണിക്കുന്നത്? ക്യാഷിൽ കാണിച്ചു അല്ലെ? ബിക്കോസ് ഓഫ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം 6-ാം തീയതി കഴിഞ്ഞ് അത് 7-ാം തീയതി അത് മറ്റൊരാൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അതിന്റെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് പകരം എൻഡോസ് എന്നാണ് പറഞ്ഞത്. എൻഡോസ് ആദിത് എന്ന് പറഞ്ഞ ആൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ശ്രീരജന്റെ ചെക്ക് എൻഡോസ് ചെയ്തിട്ടുണ്ട്, ഇൻ ഫേവർ ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതെന്താന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ ചെക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ചെക്ക് ഈക്വലന്റ് ടു ക്യാഷ് ആണ് അല്ലേ? നമ്മുടെ 100 രൂപന്റെ നോട്ട് അല്ലെങ്കിൽ 10 രൂപന്റെ നോട്ട്, ആ നോട്ടിന്റെ മുകളിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ടാവും. എന്താ എഴുതിയിട്ടുണ്ടാവുക? RBI ഗവർണർ സൈൻ ചെയ്തിട്ടുണ്ടാവും. ഈ എമൗണ്ട്, ഈ കറൻസി അതിന്റെ ബിയറർക്ക് അതിന്റെ ബിയർക്ക് അതിന്റെ ഇക്വലന്റ് വാല്യൂ ഉണ്ട്, സംതിങ് ലൈക്ക്. അത് ബിയർക്ക് അത്രയും പൈസ ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഒരാളെ എൻഡോസ് ചെയ്യാണ്. ഹൂ ഇസ് ഇത്? അതാണ് RBIന്റെ ഗവർണർ. RBIന്റെ ഗവർണർ എന്ത് ചെയ്യണേ? ഈ നോട്ട് ഇത് ആരുടെ കയ്യിലാണോ കിട്ടുന്നത്, കിട്ടുന്ന ആൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? RBIന്റെ ഗവർണർ എന്ത് ചെയ്യുന്നുണ്ട്? അത് എൻഡോസ് ചെയ്യുന്നുണ്ട്, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെ എന്താ പറയാ, അതിനെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ നോട്ടിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പൈസ വേറൊരാൾ വാങ്ങാൻ റെഡി ആവുന്നത്. ബിക്കോസ് അത് എൻഡോസ്ഡ് ടു ബിയറർ ആണ്. ആരാണോ അത് വാങ്ങുന്നത് അല്ലെങ്കിൽ ആരാണോ അത് ആരുടെ കയ്യിലാണോ അതുള്ളത്, അവർക്കാണ് അത് എൻഡോസ് ചെയ്ത് കിട്ടുന്നത്. ക്ലിയർ ആണോ? സെയിം ലൈക്ക് ചെക്കിനും ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അൺലെസ് അത് കുറെ കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. എനിവേ ചെക്കിന്റെ ഉള്ളിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ക്ലോസ്ഡ് ചെക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് ചെക്ക് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. എനിവേ വാട്ട് എവർ ഇറ്റ് മേ ബി, ആ ചെക്കിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പേര് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ചെക്ക് ആരുടെ കയ്യിലാണോ ഉള്ളത് അയാൾക്ക് അത് ഉപയോഗിക്കാനുണ്ട്. അതിനാണ് നമ്മൾ ക്രോസ് ചെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഇപ്പൊ പഠിക്കേണ്ട കേസല്ല. എനിവേ ക്രോസ് ചെക്ക് ഇസ് നത്തിങ് ബട്ട് ചെക്ക് എടുക്കും. ചെക്കിന്റെ മുകളിൽ നമ്മൾ പേര് എഴുതിയിട്ട് അമൻ എന്ന് പറഞ്ഞ പേര് എഴുതും. ദെൻ അതിന്റെ ബാക്കിൽ ഇവിടെ സൈഡിൽ ഇങ്ങനെ 2 വര അടിച്ചിട്ട് ക്രോസ് ചെയ്യും. ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കും
വേറൊരാൾക്ക് അത് എൻഡോസ് ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അമൻ എന്നുള്ള ഒരു അക്കൗണ്ടിൽ മാത്രമേ നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി ഇത് ക്രോസ് ചെയ്തിട്ടില്ലാത്ത കേസാണ്, ക്രോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെക്ക് എന്ത് ചെയ്യാം? ആർക്ക് വേണമെങ്കിലും എൻഡോസ് ചെയ്യാം. സോ ഫോർ എക്സാമ്പിള് ഇവിടുത്തെ കേസിൽ ഒരാള്, അതാരാ? ഈ ആളാരാ? ഇയാള് ശ്രീജനാണ് അല്ലെ? ശ്രീജൻ. ഓക്കെ, ഈ ബിസിനസ് ആരുടേന്നു? ഓക്കെ, ബിസിനസ് ആരതാണ്? ബിസിനസ് ഹാമിദന്റെ ബിസിനസ് ആണ്. ഓക്കെ, ഹാമിദന്റെ ബിസിനസ് ആണ്. ഓക്കെ, ഹാമിദന്റെ ബിസിനസ്. ഓക്കെ, സോ ഹാമിദന്റെ ബിസിനസ്സിൽ ദെൻ പിന്നെ ഇവിടെ ആരുണ്ട്? ആദിത്യ ഉണ്ട്. ഓക്കെ, ആരാണ്? ആദിത്യ ഉണ്ട്. സോ ഇതില് ക്രോസ്ഡ് ചെക്ക് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, എനിവേ സോ ഇതിലെന്താ സംഭവിച്ചെന്ന് വെച്ചാല് ശ്രീജിത്ത് ശരിക്കും ആർക്ക് പൈസ തരാനുണ്ട്? ശ്രീജിത്ത് കസ്റ്റമർ. യാ, സോ ആർക്ക് പൈസ കൊടുക്കാനുണ്ട്? ഹാമിദക്ക് പൈസ കൊടുക്കാനുണ്ട്. സോ ഹാമിദ്, അതേപോലെ ആദിത്യ ആരാണ്? ആദിത്യ ഇസ് എൻ സപ്ലയർ. സപ്ലയർ ആവാം, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആരും ആവാം. ഓക്കെ, ആരും ആവാം. അയാൾക്ക് പൈസ കൊടുക്കാനുണ്ട്. ആര്? ഹാമി ഇയാൾക്ക് പൈസ കൊടുക്കാനുണ്ട്. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിച്ചത്? ശ്രീജൻ എന്ത് ചെയ്തു? ഹാമിദക്ക് ഒരു ചെക്ക് കൊടുത്തു, 6800 രൂപയുടെ ചെക്ക് കൊടുത്തു. ഹാമിക്ക് ഇത് എന്ത് ചെയ്യാം? ഹാമിന്റെ കയ്യിൽ 2 ഓപ്ഷൻ ഉണ്ട്. ആർക്കാണ് ചെക്ക് കിട്ടിയത്? ബിയറാണ് ചെക്ക് കിട്ടിയത്. ബിയർക്ക് പൈസ ആരും എൻഡോസ് ചെയ്യുന്നുണ്ട്? ആ ബാങ്ക് എൻഡോസ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ പറയുന്ന ആള് എൻഡോസ് ചെയ്യുന്നുണ്ട്. ഈ ചെക്ക് കിട്ടിയ ആൾക്ക് പൈസ കൊടുക്കാൻ ഞാൻ റെഡിയാണ്, ഞാൻ അതിന് പൈസ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ദാറ്റ് ഈസ് സിമ്പിൾ സെയിം. സോ ഹാമിക്ക് എന്ത് ചെയ്യാം? ഹാമിക്ക് ഇത് നേരെ ഹാമിന്റെ ബാങ്കിൽ ഇട്ടിട്ട് നേരെ ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാം. ദാറ്റ് ഈസ് വൺ ഓപ്ഷൻ. ഓക്കെ, ഒരു ഓപ്ഷൻ എന്താ? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് ക്യാഷ് ആക്കി മാറ്റാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? ഇത് നമ്മൾ കൊടുക്കാനുള്ള വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് ആർക്ക് കൊടുക്കാം? ഹാമിക്ക് പാസ് ചെയ്യാൻ പറ്റും. പാസ് ടു നെക്സ്റ്റ് ഓപ്ഷൻ. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ യൂസ് ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ്ലി ആരുടെ ഡിസ്ക്രിപ്ഷനാ? കംപ്ലീറ്റ്ലി ഇയാളുടെ ഹാമിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ക്ലിയർ ആണോ? ഇത് കംപ്ലീറ്റ്ലി ഹാമിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഹാമിക്ക് തീരുമാനിക്കാം ഇത് ആർക്ക് കൊടുക്കാം, ആർക്ക് കൊടുക്കണ്ടെന്നുള്ളത്. സോ ഹാമി ഇവിടെ എന്ത് ചെയ്തു? ഹാമി തീരുമാനിക്കുന്നു. ഓടിപ്പോയിട്ടില്ല, നോക്കാം. അപ്പൊ ഹാമി വിചാരിക്കുന്നു, ഒന്നുകൂടി പറയുമോ? ഓക്കെ, ശരി. ഓക്കെ, സിംപ്ലി സെയിം. ഇത് ഹാമിദ. ഓക്കെ, ഹാമിദിന്റെ ബിസിനസ്ക്ക് ശ്രീജൻ എന്ത് ചെയ്യുന്നത്? ശ്രീജൻ കസ്റ്റമർ ആണ്. ശ്രീജൻ പൈസ ആർക്ക് തരാണ്ട്? ഹാമിക്ക് പൈസ തരാനുണ്ട്. ഹാമി ആണെങ്കിൽ ആർക്ക് പൈസ കൊടുക്കാണ്ട്? ആദിത്യന് തിരിച്ച് പൈസ അങ്ങോട്ട് കൊടുക്കാനുണ്ട്. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആണിത്. ഇതുവരെ ക്ലിയർ ആണോ? കിട്ടുന്നേട്ടാ, ഇതുവരെ ക്ലിയർ ആണോ? ഇത് ഹാമിന്റെ ബിസിനസ്സിൽ ഒരു കസ്റ്റമർ ഉണ്ട്. ഈ കസ്റ്റമറിന്റെ പേര് സജിനാണ്. സജിന് കടത്തിന് സാധനം വാങ്ങിയോണ്ട് തന്നെ ഹാമിക്ക് സജിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനുണ്ട്. സോ ഇനി അതേപോലെ തന്നെ ഇവിടെ ആദിത്യ ഉണ്ട്. ആദിത്യ ഹാമിന്റെ സപ്ലയർ ആണ്. ഹാമി കടത്തിന് സാധനം വാങ്ങിയിട്ടുണ്ട്. സോ ഹാമി ആർക്ക് പൈസ കൊടുക്കാനുണ്ട്? ആദിത്യന് പൈസ കൊടുക്കാനുണ്ട്. ഇതുവരെ ക്ലിയർ ആണോ? പേയബിൾ ആൻഡ് റിസീവബിൾ, ഇതുവരെ പൈസ കിട്ടാനുണ്ട്. റെഡിയാണോ? ഇതുവരെ റെഡിയാണോ? ഹാമിക്ക് ശ്രീജന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനുണ്ട്. അതേപോലെ ഹാമി ആദിത്യന് പൈസ കൊടുക്കാനുണ്ട്. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. സോ ഇങ്ങനെയുണ്ട്. ഓക്കെ, സോ ഈ സമയത്ത് ശ്രീജൻ ഹാമിക്ക് പൈസ കൊടുക്കാണ്. കൊടുക്കുന്നതിന് പകരം ചെക്കാ കൊടുത്തത്. ചെക്ക് എന്ത് ചെയ്തിട്ടില്ല? ക്രോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഹാമിന്റെ കയ്യിൽ ഫുൾ പവർ ഉണ്ട്. ഈ ചെക്ക് എന്ത് ചെയ്യാം? ഹാമിന്റെ ബാങ്കിൽ കൊടുത്തിട്ട് ക്യാഷ് ആക്കി മാറ്റാം. ഇത് ക്യാഷ് ആക്കി മാറ്റാം. ഒരു പ്രശ്നമില്ല. ദാറ്റ് ഈസ് വൺ ഓപ്ഷൻ. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ, ഈ ചെക്ക് വേറൊരാൾക്ക് പാസ് ചെയ്യാം. എന്നിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യാം? ഇയാളുടെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ക്യാഷ് ആക്കി മാറ്റാം. ക്ലിയർ ആണോ? 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്?
ഒന്നാമത്തെ ഓപ്ഷൻ ഹാമിക്ക് സ്വന്തം ഹാമിന്റെ അക്കൗണ്ടിൽ ചെക്ക് കൊണ്ടുപോയിട്ട് പ്രസന്റ് ചെയ്യാം, അത് അക്കൗണ്ടിലേക്ക് പൈസ വാങ്ങിക്കാം. ഒരു പ്രശ്നമില്ല, ആസ് യൂഷ്വലി അങ്ങനെയാണ് നടക്കുക. ഓക്കെ, ചെക്ക് ക്രോസ് ചെയ്യാത്തതുകൊണ്ട് വാട്ട് എവർ ഇറ്റ് മേ ബി, ഇവിടെ ഹാമിക്ക് ഒരു റൈറ്റ് കൂടെ കിട്ടുകയാണ്. ഒന്നെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹാമി കൊടുക്കാനുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, ഈ ചെക്ക് കൈമാറിയിട്ട് അയാളുടെ ബാധ്യത തീർക്കാം. ഇത് ക്ലിയർ ആണോ? ഈ രണ്ട് ഓപ്ഷൻ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. സോ ഇവിടെ ഹാമി തീരുമാനിക്കുകയാണ്, ഓക്കെ, ഞാനിപ്പോ അത് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ആകെ ജഗ വരിക നിൽക്കണം, കുറെ സമയം എടുക്കണം, ദെൻ അത് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അതുകൊണ്ട് ഈ വണ്ടിയും വരിക്കൊന്നും ഞാൻ നിൽക്കണില്ല. ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ നേരിട്ട് ഈ ചെക്ക് എന്ത് ചെയ്യാണ്, ഞാൻ നേരിട്ട് ഈ ചെക്ക് നേരെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാണ്. ചെക്ക് നേരെ എന്ത് ചെയ്യാണ്, ആ ചെക്ക് എന്റെ കയ്യിൽ വെക്കുന്നില്ല, നേരെ ആദിത്യന് പാസ് ചെയ്തു. ആദിത്യന് പാസ് ചെയ്തു. സോ എന്താ സംഭവിച്ചേ? ഹാമിക്ക് കിട്ടാനുള്ള പൈസ കിട്ടുകയും ചെയ്തു, ഹാമി കൊടുക്കാനുള്ള പൈസ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഹാമിന്റെ കൈ നനഞ്ഞിട്ടില്ല. ക്ലിയർ ആണോ? വലത് കൈയോട് ഇങ്ങനെ വാങ്ങി, ഇടത് കൈയോട് ഇങ്ങനെ കൊടുത്തു, നടുവ് നിൽക്കണം, നമ്മൾ ഒന്നും അറിഞ്ഞില്ല. ഇതാണ് സിമ്പിൾ ലോജിക്. അപ്പൊ എന്തായി, ഇവന്റെ അടുത്ത് കിട്ടാനുള്ള പൈസ നമുക്ക് ഇവിടുന്ന് കിട്ടുകയും ചെയ്തു, ഇവിടെ കൊടുക്കാനുള്ള പൈസ നമ്മൾ കൊടുക്കുകയും ചെയ്തു. ക്ലിയർ ആണോ? ഇതാണ് ആക്ച്വലി സംഭവിച്ചത്. ഇത് മനസ്സിലായോ? എന്താണ് ഇവിടെ നടന്നത് എന്നുള്ളത് മനസ്സിലായോ? ഇനി അതിനുശേഷം നമുക്ക് റെക്കോർഡിങ്ങിലേക്ക് വരാം. ഇവിടെ എന്താ നടന്നത് എന്നുള്ളത് മനസ്സിലായോ? കമോൺ ഗൈസ്, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ആണോ? അല്ല, മറ്റെന്തായി? ഈ നോളലിക്കല്ലേ രാവിലെ സോ അവസാനം പറഞ്ഞത് കത്തിയില്ല. ഓക്കെ, അവസാനം പറഞ്ഞത് ഭയങ്കര സിമ്പിൾ ആണ്, ഒന്നുമില്ല. അതായത് സിംപ്ലി സെയിങ് ഇത്. ഓക്കെ, ശ്രീജന്റെ പൈസ തരാണ്ട്, ശ്രീജൻ പൈസ തന്നാൽ എന്തുണ്ട്, 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എന്റെ ബാങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാനുള്ള ആൾക്ക് കൊടുക്കാം. അതായത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കാണെങ്കിൽ അയാൾക്ക് കൊടുക്കാം. സോ ഹാമി എന്ത് ചെയ്തു, ഈ ശ്രീജന് ചെക്ക് തന്നു, ഇയാൾ ചെക്ക് തന്നു, ആര്, ഓക്കെ, ശ്രീജൻ ചെക്ക് തന്നു. ആ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോകാതെ നേരെ എന്ത് ചെയ്തു, ആദിത്യന് പേയ്മെന്റ് കൊടുത്തു. ഓക്കെ, ദാറ്റ് ഇസ് എ സിമ്പിൾ തിങ്. സോ അതുകൊണ്ട് എന്തായി, ഹാമിക്ക് കിട്ടാനുള്ള പൈസ അവിടെ കിട്ടി, കൊടുക്കാനുള്ള പൈസ കൊടുത്തു, ഡൺ. സോ ദിസ് ഈസ് ഹാപ്പൻഡ്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ദയറുബൈദിന് മനസ്സിലായോ? നസ്രിക്ക് മനസ്സിലായോ? പ്ലീസ് വേഗം നിങ്ങൾ ലാഗ് അടിപ്പിക്കരുത്, വേഗം പറയും. ഓക്കെ, മനസ്സിലായി. സോ ഇനി നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ റെക്കോർഡ് ചെയ്യാം? സിംപ്ലി സെയിങ് നമ്മൾ ക്യാഷ് ബുക്ക് ആണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ക്യാഷ് ബുക്കിലാണ് നമ്മൾ കാണിക്കുക ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇനി ഇത് എൻ്റർ ചെയ്ത് നോക്കാം. എൻ്റർ ചെയ്യുമ്പോ എന്തായിരിക്കും എൻട്രി? ഫസ്റ്റ് നമുക്ക് ആദ്യം ശ്രീജന്റെ കേസിൽ നോക്കാം. ശ്രീജന്റെ ക്യാഷ് നമുക്ക് തരുമ്പോ, ശ്രീജന്റെ അടുത്ത് ക്യാഷ് കിട്ടുമ്പോ എന്താണ് എൻട്രി? ഓക്കെ, നമുക്ക് വേഗം ചെയ്യാം, കഴിഞ്ഞു. ഇത് മാത്രമേ ഇതിലെ ഒരു ക്രൂഷ്യൽ സാധനമുള്ളൂ. ഓക്കെ, സോ ശ്രീജന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയപ്പോൾ എന്താ എൻട്രി? നിങ്ങൾ വേഗം റെസ്പോണ്ട് ചെയ്താൽ മതി, നമുക്ക് വേഗം നിർത്താം. ശ്രീജന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി, സോ എന്താണ് എൻട്രി? ചെക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ആയിട്ട് കാണിക്കും. സോ എന്താണ് എൻട്രി? വേഗം പറ, ചാറ്റ് ബോക്സിൽ പറ. ശ്രീജന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള പൈസ നമുക്ക് കിട്ടി, സോ ചെക്കാണ് കിട്ടിയത്, ചെക്ക് കിട്ടണം, നമ്മൾ ക്യാഷ് ആയിട്ട് കാണിക്കുള്ളൂ. സോ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? പ്ലീസ് വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? ജേണൽ എൻട്രി പറയൂ, വേഗം പറയൂ. നമുക്ക് നമ്മളുടെ ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനുണ്ടായിരുന്നു, ആ പൈസ നമുക്ക് കിട്ടിയപ്പോ നമ്മൾ അത് റെക്കോർഡ് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി?
എന്താ ജേണൽ എൻട്രി? വളരെ സിമ്പിൾ ആണ്. ബാങ്ക് അല്ലെ, ഇവിടെ ക്യാഷ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ശ്രീജൻ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ശ്രീജൻ. എത്ര എമൗണ്ട്? എമൗണ്ട് എത്രയാടാ? 6000. എമൗണ്ട് എത്രയാണോ? 6200. സോ 6200. കോംപ്ലിക്കേറ്റഡ് കണ്ട, ജസ്റ്റ് ഒബ്സർവ് ഇറ്റ്. സോ ശരിക്കും എൻട്രി എന്തായിരുന്നു? എൻട്രി ഇതായിരുന്നു അല്ലേ? സോ ഈ എൻട്രി ആയപ്പോ നമുക്ക് എന്തുണ്ട്? നമ്മൾ ജേണൽ എൻട്രി അല്ല ക്യാഷ് ബുക്കിലാണ് എഴുതുന്നത്. ജേണൽ എൻട്രി അല്ല ക്യാഷ് ബുക്കിലാണ് നമ്മൾ എഴുതുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ജേണൽ എൻട്രിക്ക് പകരം എന്ത് ചെയ്യുന്നു? ജേണൽ എൻട്രിക്ക് പകരം നമ്മൾ ക്യാഷ് ബുക്കിൽ പോയിട്ട് ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നു ചെക്ക് റിസീവ്ഡ് ഫ്രം സർജിൻ. സോ 6200 ഇങ്ങനല്ല എഴുതിയ. സോ അതിന്റെ ജേണൽ എൻട്രി എന്താണ്? ആക്ച്വലി ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇതാണ്. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സജിൻ. സോ ഇത് കിട്ടി. ഓക്കെ, ഇത് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി വരാ? പറയും. ആദ്യത്തിന് നമ്മൾ പേയ്മെന്റ് ചെയ്തു. ആദ്യത്തെ ദിവസം നമ്മുടെ സപ്ലയർ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള ആള്, കൊടുക്കാനുള്ള ആൾക്ക് നമ്മൾ പൈസ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ജേണൽ എൻട്രി? പറ. കൊടുക്കാനുള്ള ആൾക്ക് നമ്മൾ പൈസ കൊടുക്കുകയാണ്. സോ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? വേഗം പറയണം, വേഗം പറ. സി മക്കളെ, നിങ്ങൾ പറയാതെ അത് രസമല്ല കേട്ടോ. നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവൂല. വേഗം പറയൂ. എന്താണ് ജേണൽ എൻട്രി? എന്താണ് ജേണൽ എൻട്രി? ഇറ്റ്സ് സിംപ്ലി സേയിങ് സപ്ലയർ അക്കൗണ്ട്, അതായത് ആദിത്യന്റെ അക്കൗണ്ട്. ഓക്കെ, ആദിത്യന്റെ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എത്ര? 6200. ആറ് 200. സോ ഇവിടെ ലിറ്ററലി എന്താ സംഭവിച്ചേ? ശരിക്കും നമുക്ക് ഡെബിറ്റിലും ക്യാഷ് വന്നു അല്ലെ? ഇവിടെ ഡെബിറ്റിൽ ക്യാഷ് വന്നു. ദ സെയിം ടൈം ക്രെഡിറ്റിൽ ക്യാഷ് വന്നു. സോ ഇറ്റ് ഈസ് ക്യാൻസൽഡ്. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രി പിന്നെ ഫർദർ ഉണ്ടാവുക? സോ ഇതിനെ രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ക്യാൻസൽ ആവാത്ത ഈ ശ്രീജനെ എടുക്കാം, ഇതും എടുക്കാം. ക്യാഷിനെ എഫക്ട് ചെയ്യണോ? ക്യാഷിനെ എഫക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്യാഷിനെ എഫക്ട് ചെയ്യാണ്ടും നമുക്ക് എഴുതാം. അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാം? നേരെ സിംപ്ലി സേയിങ് ആദിത് അക്കൗണ്ട് ഡെപ്റ്റർ 6200 ടു ശ്രീജൻ അക്കൗണ്ട് 6200. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം. ദർ ഈസ് നോ റൂൾ അറ്റ് ഓൾ. ബട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രാക്ടിക്കലി ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചെക്ക് റിസീവ്ഡ് ആസ് അല്ലെങ്കിൽ റിസീവ്ഡ് ഫസ്റ്റ് വി റെക്കോർഡ് ഇറ്റ് ആസ് എ ക്യാഷ് റിസീവ്ഡ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിലേക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിലേക്ക് എഴുതുന്ന സമയത്ത് ചെക്ക് കിട്ടിയത് നമ്മൾ എവിടെ എഴുതണം? നമ്മൾ ഡെബിറ്റ് എഴുതണം ആസ് ക്യാഷ് കോളത്തിൽ. സോ ശ്രീജൻ ക്യാഷ് കിട്ടി. എത്ര? 6200. സോ ഇത് നമ്മൾ ആർക്ക് കൊടുത്തു? ആര് എൻഡോസ് ചെയ്തു? ആർക്ക് കൊടുത്തു? നമ്മൾ നേരെ ഇയാൾക്ക് കൊടുത്തു. ആർക്ക്? ബൈ ആദിത് 6200. ഇങ്ങനെ നമ്മൾ എഴുതി. വൈ? ബിക്കോസ് ഓഫ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ചെക്ക് കിട്ടിയതിനെ നമ്മൾ ക്യാഷ് റിസീവ് ചെയ്ത പോലെ നമ്മൾ കാണിക്കണം എന്നുള്ളത്. സോ അത് കഴിഞ്ഞു ഇല്ലേ? അത് കഴിഞ്ഞു. സോ ഇത് നമ്മൾ എവിടെ എഴുതും? ക്യാഷില്
പേയ്മെന്റ് സൈഡിൽ നമ്മൾ ചെയ്തു. ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ ഗൈസ്? പറയൂ പറയൂ പറയൂ, ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ബിക്കോസ് ഓഫ് നോക്കിയേ, ക്യാഷ് ഇവിടെ വന്നു. ഇത് നമ്മൾ നേരത്തെ ചെയ്ത എൻട്രിന്റെ സെയിം എഫക്റ്റാ. ക്യാഷ് ഡെബിറ്റിൽ വന്നു അല്ലേ? ഡെബിറ്റിൽ വന്നു, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ലിറ്ററലി സീറോ. ലിറ്ററലി ക്യാഷിൽ എന്താണ് എഫക്ട്? ലിറ്ററലി സീറോ. കാരണം ഡെബിറ്റും വന്നു ക്രെഡിറ്റും വന്നു. സോ ടാലി ആയി, സീറോ ആയി. യാ, സോ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഈ എൻട്രി നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് എഴുതാണെങ്കിലും ക്യാഷ് ബുക്കിന് എഫക്ട് ചെയ്തോ? ഈ എൻട്രി ക്യാഷ് ബുക്കിന് എഫക്ട് ആവോ? ഈ എൻട്രി ക്യാഷ് ബുക്കിന് എഫക്ട് ആവില്ല. ബിക്കോസ് ഓഫ് അതെന്താണ്, രണ്ട് സൈഡിലും ടാലി ആയി പോകുന്നുണ്ട്. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, ആ ജേർണി അവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ? ഇനി ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. സോ ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് അതെവിടെ എഴുതുക? ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് അത് രണ്ട് സ്ഥലത്ത് വരും അല്ലെ? കോൺട്രാ എൻട്രി, കോൺട്രാ. സോ അതുകൊണ്ട് തന്നെ ക്യാഷില് പേയ്മെന്റ്, പിന്നെയോ ബാങ്കില് റെസിപ്റ്റ്. എടാ ക്ലിയർ ആവുന്നുണ്ടോ? കത്തുന്നുണ്ടോ? ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണല്ലേ? ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അടുത്ത എൻട്രി റിസീവ്ഡ് ചെക്ക് ഫ്രം അവിറൽ ഇല്ലേ? അവിറൽ, യെസ് അവിറൽ, ആൻഡ് ഡെപ്പോസിറ്റഡ് ദ സെയിം ഇൻ ടു ബൈ ബാങ്ക് അലോയിങ് 50 rupees ഡിസ്കൗണ്ട്. ഇവിടെ എന്താ പറഞ്ഞ? ചെക്ക് കിട്ടി, ചെക്ക് നമ്മൾ നേരെ എന്ത് ചെയ്തു? ചെക്ക് നമ്മൾ നേരെ ബാങ്കിലേക്ക് കൊടുത്തു. ചെക്ക് നേരെ ബാങ്കിലേക്ക് കൊടുത്തു. സോ സെയിം ഡേയിൽ കൊടുത്തോണ്ട് തന്നെ നമുക്ക് അവിടെ വേറെ പ്രത്യേകിച്ച് ഇനി പണിയൊന്നും ഇല്ല. കാരണം കിട്ടി, നേരെ ബാങ്കിലേക്ക് കൊടുത്തു. സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അത് എവിടെ റെക്കോർഡ് ചെയ്യാം? പൈസ കിട്ടിയത് നേരെ നമ്മൾ ബാങ്കിലേക്ക് കൊടുത്തു. പൈസ കിട്ടിയത് നേരെ നമ്മൾ ബാങ്കിലേക്ക് കൊടുത്തു. സോ എവിടെ എഴുതും? പറ ചാറ്റ് ബോക്സിൽ പറ. സോ നമ്മൾ എവിടെ എഴുതും? അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ചെക്ക് കിട്ടിയ ചെക്ക് നേരെ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ചെക്ക് നേരെ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. പറയൂ. ചെക്ക് കിട്ടിയത് നേരെ ഡെപ്പോസിറ്റ് ചെയ്തു. സോ നമ്മൾ എവിടെ എഴുതും? റെസിപ്റ്റ് ടു ബാങ്ക്. സോ ദർ ഇസ് നോ ഡൗട്ട് അറ്റ് ഓൾ. നമ്മൾ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടി, നമ്മൾ ഇന്ന് തന്നെ നമ്മളത് കൊടുത്തു, ബാങ്കിലിട്ടു. സോ ദർ ഇസ് നോ പ്രോബ്ലം. അവിടെ ഒരു പ്രശ്നമില്ല. പ്രശ്നം കിടക്കുന്നത് ഇന്ന് ചെക്ക് കിട്ടി, നാളെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഡെപ്പോസിറ്റ് ചെയ്യുള്ളൂ. ഇന്ന് ചെക്ക് കിട്ടി, നാളെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ക്യാഷിൽ കാണിക്കണം. എന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് നിന്ന് ബാങ്കിലേക്ക് പോയ പോലെ കാണിക്കണം. കിട്ടിയോ? പോയിന്റ് കിട്ടിയോ? ഇത് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ട്രാൻസാക്ഷൻ നമ്മൾ നേരിട്ട് ബാങ്ക് കോളം റെസിപ്റ്റ്, ഡിസ്കൗണ്ട് കോളം എവിടെ? റെസിപ്റ്റ്. ബാങ്ക് കോളം റെസിപ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് കോളം റെസിപ്റ്റ്. വൈ? ബിക്കോസ് ഓഫ് ഇത് സെയിം ഡേ നടക്കുകയാണ്. നമ്മൾ ചെക്ക് പാത്ത് വെക്കുന്നില്ല. കിട്ടി ഇപ്പൊ ബാങ്കിൽ കൊടുത്തു. സെയിം ടൈം. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ? അതുകൊണ്ട് നമ്മൾ നേരിട്ട് ബാങ്കിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ സിമ്പിൾ ലോജിക്. ആൻഡ് 12-ാം തീയതി Adit informed that Sachin's check is dishonored. That is nothing but ഈ ചെങ്ങായി സർജിന്റെ ചെക്ക് നമുക്ക് തന്നു, പൊട്ടി. നമ്മളത് നേരെ ആർക്ക് കൊടുത്തു? ആദിത്യന് കൊടുത്തു. ആദിത്യ ബാങ്കിൽ കൊണ്ടുപോയി. ചെങ്ങായി ഇതിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞു, ബാങ്ക് അത് റിജക്ട് ചെയ്തു. ദാറ്റ് ഈസ് ഡിഷോണേർഡ്. ചെക്ക് റിട്ടേൺഡ്. ഇവിടെയാണ് ഇനി ഗെയിം. ചെക്ക് റിട്ടേൺഡ്. നേരെ ആലോചിച്ചാൽ മതി. നമ്മൾ കോമ്പൗണ്ട് ആയിട്ട് എൻട്രി ചെയ്തുമ്പോൾ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് എൻട്രി ചെയ്തപ്പോൾ എങ്ങനെയായിരിക്കും സംഭവിക്കുക? ചെക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ നമുക്കത് നേരിട്ട് ക്യാഷിൽ കാണിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല.
നമ്മൾ കാണിച്ചു എന്ന് വിചാരിച്ച് അവിടെ പ്രശ്നമില്ല. കാണിച്ചു എന്ന് വിചാരിച്ച് അവിടെ പ്രശ്നമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ശരിക്കും എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ നമുക്ക് നേരെ സിംപിളി എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ രണ്ടോടത്തും കാണിക്കാം, രണ്ട് സൈഡിലും കാണിക്കാം. പക്ഷേങ്കിൽ അതിന്റെ ആവശ്യം നമുക്കില്ല. ബിക്കോസ് ഓഫ് ഈ കച്ചവടത്തിൽ നമ്മൾ ഡീൽ ചെയ്തിട്ടില്ല. നമ്മൾ നേരെ ഇവിടുന്ന് വാങ്ങി ഇവിടുന്ന് കൊടുത്തു. നമ്മൾ കാഴ്ചക്കാരാണ്. നമ്മൾ ആരാ? നമ്മൾ കാഴ്ചക്കാരാണ്. സോ സിംപ്ലി സെയിങ് എന്തായിരിക്കും അതിന്റെ എൻട്രി? ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു എൻട്രി പറ. ഫോർ എക്സാമ്പിൾ അതിഥി നമുക്ക് ചെക്ക്, സോറി, സജിന് നമുക്ക് ചെക്ക് തന്നു, ശ്രീജന് നമുക്ക് ചെക്ക് തന്നു. ശ്രീജന്റെ ചെക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, പൊട്ടി. സോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അത് പൊട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിട്ടേൺ ആയാൽ നമ്മൾ എന്തായിരിക്കും ജേണൽ എൻട്രി ചെയ്താൽ? പറ. ആ ചെക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് റെക്കോർഡ് ചെയ്യുക? വേഗം പറ. ബാങ്കിൽ നിന്ന് ചെക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ അതിന്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? പറയണ മക്കളെ, നമ്മൾ ഡെപ്റ്ററിനെ വീണ്ടും നമ്മൾ ഡെബിറ്റ് ചെയ്യണ്ടേ? പൈസ കിട്ടിയപ്പോൾ ഡെപ്റ്ററിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, സെറ്റിൽമെന്റ് ആയി, ക്രെഡിറ്റ് ചെയ്തു. സോ ഇവിടെ വീണ്ടും ഡെപ്റ്റർ ഉണ്ടായി, കാരണം ഇയാളെ ചെക്ക് പൊട്ടി. സോ പൈസ കിട്ടിയില്ല, വീണ്ടും ഡെപ്റ്റർ അഗെയിൻ ആകെയാ വന്നില്ലേ, വീണ്ടും തിരിച്ചു വന്നില്ലേ? സോ എന്തായി? നമ്മൾ അയാളെ ഡെബിറ്റ് ചെയ്യണം. സോ ദ ജേണൽ എൻട്രി കം അപ്പ് വിത്ത് ശ്രീജൻ അക്കൗണ്ട് when check returned, when check returned. Okay. So ശ്രീജൻ 6,200 to cash. സോ ക്ലിയർ ആണല്ലോ? നമ്മൾ ശ്രീജന്റെ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടിയപ്പോ നമ്മൾ ക്യാഷിൽ കൊണ്ട് ഡെബിറ്റ് ചെയ്തു. സോ ശ്രീജന്റെ ചെക്ക് പൊട്ടി. സോ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ശ്രീജനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ക്ലിയർ ആണോ ഗൈസ്? ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, ധനുർദേവന് ക്ലിയർ ആയി. ആമി, നസറിക്ക് ക്ലിയർ ആയി. ഓക്കെ, ഞാൻ ജുനൈദിനോടും അവനോട് ചോദിക്കാത്തത്, അവർ രണ്ടാളും ഇത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് അവരോട് ചോദിക്കാത്തത്. സോ ദെൻ ഓക്കെ, സോ ചെക്ക് കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ സപ്ലയർക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ടല്ലേ? ആദിത്യന് ചെക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ട്, ആ ചെക്ക് റിട്ടേൺ ആയി. സോ അങ്ങനെയാണെങ്കിൽ ആദിത്യന്റെ ചെക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും എൻട്രി ഉണ്ടാവാം? സെയിം വേ നേരെ ആദിത്യ നമുക്ക് തിരിക്കും അല്ലേ? ആദിത്യ വീണ്ടും ക്രെഡിറ്റർ ആയിട്ട് മാറും, ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. സോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആദിത്യ. സോ ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ ക്യാഷ് ആയിട്ട് കാണിക്കും 6,200. സോ സിംപ്ലി സെയിങ് നമ്മൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇതിനെ വെട്ടിക്കളയാം, ഈസിലി വെട്ടിക്കളയാം. ക്യാഷ് ക്രെഡിറ്റിലുണ്ട്, ഡെബിറ്റിലുണ്ട്, അതേപോലെ തന്നെ ക്രെഡിറ്റിലുണ്ട്. വി ഹാവ് ക്രോസ്ഡ്. നൗ ആര് മാത്ര സർവൈവ് ചെയ്ത്? ഓൺലി ദോസ് 2 people. സോ ഇങ്ങനെ വരുമ്പോ നമുക്ക് വളരെ ഈസിയാണ്. ഒരു ജേണൽ പ്രോപ്പർ എഴുതിയാൽ മതി, ജേണൽ പ്രോപ്പർ യൂസ് ചെയ്താൽ മതി. ബിക്കോസ് ഓഫ് ദർ ഇസ് നോ ക്യാഷ്, നോ ബാങ്ക്. സോ ക്യാഷ് ബുക്കിലേക്ക് എഴുതണ്ട. നോ പർച്ചേസ്, നോ സെയിൽസ്, അതിലേക്ക് എഴുതണ്ട. നോ പർച്ചേസ് റിട്ടേൺ, നോ സെയിൽസ് റിട്ടേൺ, അതിലേക്ക് എഴുതണ്ട. നോ ബിൽസ് റെസീവബിൾ, നോ ബിൽസ് പേയബിൾ, അതിലേക്ക് എഴുതണ്ട. സോ ഇതല്ലാത്തൊക്കെ നമുക്ക് എവിടെ എഴുതാം? ജേണൽ പ്രോപ്പറിൽ എഴുതാം. സോ ജേണൽ എൻട്രി സിംപ്ലി സെയിങ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ശ്രീജൻ അക്കൗണ്ട് ഡെപ്റ്റർ 6,200 ടു ആദിത്യ 6,200. സോ സിംപ്ലി സെയിങ് നമുക്ക് വീണ്ടും ശ്രീജൻ ഡെപ്റ്ററായി, വീണ്ടും ആദിത്യ ക്രെഡിറ്ററായി. സോ ഈ എൻട്രി ക്യാഷ് ബുക്കിനെ എഫക്ട് ചെയ്യോ ഇല്ലയോ? ക്യാഷ് ബുക്കിനെ എഫക്ട് ചെയ്യോ ഇല്ലയോ? ദാറ്റ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ.
സോ 12ാമത്തെ ക്വസ്റ്റ്യനിൽ ട്രാൻസാക്ഷനിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ വന്നതാണ്. ഈ എൻട്രി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ ക്യാഷ് ബുക്കിലേക്ക് എടുക്കണോ? വേണ്ടതില്ല. ബിക്കോസ് ഓഫ് നമ്മൾ ഈ 2 അക്കൗണ്ടും ചെയ്യുന്നില്ല. സോ ദാറ്റ് ഇസ് വൈ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇതിനെ ക്യാഷ് ബുക്കിലേക്ക് എടുക്കേണ്ടത് ആവശ്യമില്ല. ഓൺലി തിങ് നമുക്ക് ഇവിടെ എന്ത് മാത്രമേ എടുക്കേണ്ടുള്ളൂ, നമുക്ക് ആ എൻട്രി നമ്മൾ എടുക്കേണ്ടതായിട്ട് നമുക്ക് വരുന്നില്ല. ദെൻ അതില് എന്താ ഉള്ളത്? അതില് ഇവിടെ പറയുന്ന ഒരു കാര്യം, ഒറ്റ കാര്യം മാത്രം ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? ഡിഷോണേഡ്. സോ ഡിഷോണേഡ് നമുക്ക് എടുക്കണോ? ഡിഷോണേഡ് നമുക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ നമ്മൾ ഇതിനെ ക്യാൻസൽ ചെയ്യുന്നു. പിന്നെയോ നമ്മൾ എടുക്കേണ്ടത് നൗ ക്യാഷ് ഈസ് റിസീവ്ഡ് ഫ്രം സജീൻ. അത് നമുക്ക് എടുക്കണ്ടേ? ബിക്കോസ് ഓഫ് ക്യാഷ് ഇൻവോൾവ്ഡ്. ആൻഡ് പെയ്ഡ് ആദിത് ത്രൂ ഓൺ ചെക്ക്. നമ്മുടെ സ്വന്തം ചെക്ക് ആർക്ക് കൊടുത്തു? ആദിത്യന് കൊടുത്തു. നമ്മുടെ സ്വന്തം ചെക്ക് ആദിത്യന് കൊടുത്തു. സോ ഇത് രണ്ടും നമുക്ക് എടുക്കണം. സോ ഒന്ന് ക്യാഷ് കിട്ടിയത് എവിടെ എഴുതും? ക്യാഷില് റെസീപ്റ്റില് എഴുതും. ദെൻ മറ്റേതോ ഇതിന് കൊടുത്തു, ബാങ്കിൽ നിന്ന് കൊടുത്തു, അതെവിടെ എഴുതും? ബാങ്കിൽ നിന്ന് കൊടുത്തത് ബാങ്ക് കോളം പേയ്മെന്റ്. വൈ? നമ്മൾ പേയ്മെന്റ് ക്യാഷ് നിന്ന് പോണെന്ന് പറഞ്ഞിട്ടില്ല. ചെക്ക് കിട്ടുകയാണെങ്കിൽ, ചെക്ക് കൊടുത്തതാണെങ്കിൽ നമുക്ക് ക്യാഷിൽ എഴുതണ്ട, നേരിട്ട് ബാങ്കിൽ എഴുതാം. ചെക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ക്യാഷിൽ എഴുതണം. ക്ലിയർ ആണോ? ആ പോയിന്റ് ക്ലിയർ ആണോ? ഈ പോയിന്റ് ക്ലിയർ ആണോ? പ്ലീസ് പറയൂ. ഈ പോയിന്റ് ക്ലിയർ ആണോ? എന്തുകൊണ്ട് നമ്മൾ ക്യാഷ് കിട്ടുമ്പോൾ കാണിച്ചു, ചെക്ക് കൊടുത്തപ്പോൾ നമ്മൾ പേയ്മെന്റിൽ ബാങ്കിൽ കാണിച്ചു? ക്ലിയർ ആണോ? നസ്രീൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാമി ക്ലിയർ ആണോ? ധനുർവേദ് ക്ലിയർ ആണോ? ഓക്കെ. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. നൗ ഇതെന്താണ് അടുത്തത്? ക്യാഷ്. അടുത്തത് എന്താണ്? യൂസേജ് ലിമിറ്റ്. സോ ഓക്കെ. സോ സെയിൽസ് ത്രൂ ഡെബിറ്റ് കാർഡ്. സോ നമുക്ക് എന്ത് ചെയ്യാം? സെയിൽസ് ത്രൂ ഡെബിറ്റ് കാർഡിനെ നമുക്ക് എന്ത് ചെയ്യാം? എവിടെ എഴുതാം? ബാങ്കില് റെസിപ്റ്റിൽ എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? നമുക്ക് അവിടെ എന്ത് കിട്ടി? എന്താ പറയാ, ക്യാഷിന് സോറി, നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് കാർഡ് വെച്ച് നമ്മൾ സെയിൽ ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ബാങ്കിൽ കൊടുക്കാം. കൊടുത്തൂടെ? നേരിട്ട് നമുക്ക് ബാങ്കിൽ റെസീപ്റ്റിൽ കൊണ്ടുപോയി കാണിക്കാം. ദെൻ പിന്നെയോ നെക്സ്റ്റ് വിഡ്രോ ഫ്രം ബാങ്ക്. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ബാങ്കില് പേയ്മെന്റ്, പിന്നെയോ ക്യാഷില് റെസീപ്റ്റ്. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ദെൻ പെയ്ഡ് സഞ്ജിത് ബൈ ചെക്ക്. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ പേരാ. പെയ്ഡ് സഞ്ജിത് ബൈ ചെക്ക്. സോ നേരെ ബാങ്കിൽ എഴുതിയാൽ മതി. ബാങ്കില് പേയ്മെന്റ്. നൗ ബാങ്ക് ചാർജ് 1% കമ്മീഷൻ ഓൺ സെയിൽസ് ത്രൂ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്. സോ വെരി സിമ്പിൾ. 1% കമ്മീഷൻ വെച്ചാൽ ഈ ഡെബിറ്റ് കാർഡും അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും വെച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ POS ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുക. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ ഉണ്ടാവും. സോ ആ കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് പേ ചെയ്യാം. സോ അങ്ങനെ പേ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് കാർഡിൽ നോർമലി അങ്ങനെ കാണാറില്ല, പക്ഷെ ക്രെഡിറ്റ് കാർഡിന് എന്തായാലും ഉണ്ടാവും. 0.1% ഓർ 1% പെർ ട്രാൻസാക്ഷന് അവരെന്ത് ചെയ്യും? ബാങ്ക് ചാർജ് പിടിക്കും. ബിക്കോസ് ഓഫ് ദ POS മെഷീന്റെ റെന്റ് ആയിട്ടാണ് അത് പിടിക്കുക. ക്ലിയർ ആയോ? സോ ആ പിടിക്കുന്ന കമ്മീഷൻ അത് ബാങ്ക് പറയാം, അത് കമ്മീഷൻ എന്ന് പറയാം. ബട്ട് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ബാങ്ക് ചാർജ്. സോ എന്തിലാണുള്ളത്? ഓൺലി ത്രൂ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. സോ എവിടൊക്കെ ഡെബിറ്റ് കാർഡിന്റെ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്? സെയിൽ ത്രൂ ക്രെഡിറ്റ് കാർഡ് ഇവിടെ ഉണ്ട്. പിന്നെ എവിടെയുള്ളത്? ഇവിടെ ഉണ്ടല്ലേ? യെസ്, ഇവിടെ. സോ ഈ 2 ട്രാൻസാക്ഷൻ കൂട്ടുക. അത് എത്ര? ഒന്ന് എത്ര? 3200. സോ സിംപ്ലി സെയിം 3200. ഡേറ്റ് ഉണ്ടല്ലോ അല്ലെ? ഡേറ്റ് എന്നാ? ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് വരുന്നത്? ഒന്നാമത്തെ ട്രാൻസാക്ഷൻ വരുന്നത് 5th-നാണ്. 5th-ന് എത്രയടാ? 2000
800, ഫിഫ്ത്തിന് 2800, ദെൻ ഫിഫ്ത്തിന് 2800, പ്ലസ് പിന്നെ എന്നാള് അടുത്ത ട്രാൻസാക്ഷൻ എന്നാ? ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ കാണുന്നത് സെയിൽസ് 15-ാം തീയതി എത്ര? 3200. 15-ാം തീയതി 3200. സോ 15ന് 3200. സോ 0000516. സോ 6000. സോ നൗ കമ്മീഷൻ എത്ര? കമ്മീഷൻ 1%. സോ 6000 1% എന്ന് പറയുന്നത് 60. സോ ദിസ് ഈസ് ദ കമ്മീഷൻ. ദിസ് ഈസ് ദ കമ്മീഷൻ. സോ ഇത് എവിടെ എഴുതും? ഇത് എവിടെ എഴുതും? ബാങ്കില് പേയ്മെന്റിൽ എഴുതും. കാര്യം അത് ബാങ്കിൽ നിന്ന് നേരിട്ട് പിടിക്കുകയാണ് ചെയ്യുക. നേരിട്ട് പിടിക്കുകയാണ് ചെയ്യുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ ഇറ്റ്സ് വെരി 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 സിമ്പിൾ. സോ ഇത്ര ഇതിനകത്തുള്ളൂ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ക്യാഷ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള എല്ലാ പ്രോബ്ലംസ് കൂടി ഒരുമിച്ച് വന്ന, അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ട്രാൻസാക്ഷൻസ് കൂടി ഒരുമിച്ച് വന്ന ഒരു 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 എന്താണ് ഒരു 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 പ്രോബ്ലം ആയിരുന്നു ആക്ച്വലി ഇതിൽ നമുക്ക് ഉണ്ടായിരുന്നത്. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഇനി ഇതിന് തെറ്റ് പറ്റുമോ? ഇനി ഇതിന് തെറ്റ് പറ്റുമോ? പറയൂ ഗൈസ്. ഇത് സെറ്റ് അല്ലേ? ഇതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലേ? ഓക്കെ, ഹാമി നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ തെറ്റ് പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്നാണോ പറഞ്ഞത്? യെസ് 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 യെസ്. വളരെ വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോംപ്ലിക്കേറ്റഡ് എല്ലാ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസും നമ്മളിവിടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോ നസ്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു തെറ്റ്. ഞാനത് നസ്രിന്റെ എവിടെ തെറ്റിയെന്നുള്ളത് നസ്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നസ്രി ഇല്ലേ? ഒരു തെറ്റ് എവിടെ മനസ്സിലായി എന്നുള്ളത് ഞാൻ വന്നതെന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. സോ സിംപ്ലി സെയിങ് നമ്മള് നേരെ ഒരു ട്രിപ്പിൾ കോളം വരക്കണോ? ഓക്കെ, yeah. Okay. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യണോ അതോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യോ? ഇനി ഞാൻ കംപ്ലീറ്റ് ചെയ്യണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യോ? ഹാമി, ധനുർവേദ്, ഇനി ഞാൻ കംപ്ലീറ്റ് ചെയ്യണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യോ? ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. ഇറ്റ്സ് എ വെരി 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 സിമ്പിൾ പ്രോസസ്. സോ ഒന്നാമത്തത് എന്താണ്? ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെ? ക്യാഷ് ഇൻ ഹാൻഡ്. സോ ഇറ്റ്സ് എ ഓപ്പണിംഗ്. ഓക്കെ, ഗ്രേറ്റ്. സോ ഇത് ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. കാരണം എന്നിട്ട് നിങ്ങൾ റെക്ടിഫിക്കേഷന്റെ ചാപ്റ്ററിലേക്ക് കയറണം. റെക്ടിഫിക്കേഷന്റെ ചാപ്റ്റർ ഓൾറെഡി രണ്ടാൾ ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവരെ കൺസിഡർ ചെയ്യണം. ദെൻ അത് കയറിയിട്ട് റെക്ടിഫിക്കേഷന്റെ ആ അസൈൻമെന്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ പെട്ടെന്ന് നിങ്ങൾ ഒന്നൊന്നും എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്തിട്ട് അയക്കുക. ഓക്കെ ആണോ? നാളെ തന്നെ അയക്കൂലേ റെക്ടിഫിക്കേഷൻ? ഇത് ക്ലിയർ ചെയ്യുക. ഇത് ക്ലിയർ ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടെ നാളെ തന്നെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് അയക്കുക. ഓക്കെ, ദെൻ നമുക്ക് റെക്ടിഫിക്കേഷന്റെ കൂടുതൽ പ്രോബ്ലംസിലേക്ക് പോകണം. അതോട് കൂടിയിട്ട്
നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഒരു മിനിമം 6 മാർക്ക് റെക്ടിഫിക്കേഷൻ നിങ്ങൾ പ്ലസ് വൺ എക്സാമിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ ആണ് ആ സാധനം. ഓക്കെ, സോ നാളെ ലൈവ് ക്ലാസ് ഉണ്ടോ? എടാ നാളെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ് ക്യാൻസൽ ചെയ്യാം. കാരണം വെച്ചാൽ ഇവരൊക്കെ ഈ പ്രോബ്ലംസിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. അവരതൊന്ന് റിവൈസ് ചെയ്ത് നാളെ അതിന്റെ അസൈൻമെന്റ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ മൺഡേയോ അല്ലെങ്കിൽ സാറ്റർഡേയോ ഈ സൺഡേയോ നമുക്ക് പ്ലാൻ ചെയ്യാം. സൺഡേ മിക്കവാറും ഷെഡ്യൂൾഡ് ആണ്. സോ മൺഡേ നമുക്ക് ഒരു ലൈവ് പ്ലാൻ ചെയ്യും. സൺഡേ മതി എന്നാണ്. ഓക്കെ, ലെറ്റ്സ് പ്ലാൻ. ഞാൻ ആക്ച്വലി സൺഡേ ഷെഡ്യൂൾഡ് ആണ്, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. സോ ലെറ്റ്സ് സി, നോക്കാം നമുക്ക് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസത്തിൽ നമുക്കൊരു 1 ഹവറിൽ ക്ലിയർ ചെയ്യാം. ദാറ്റ് ഇസ് അത്രയേ ഉള്ളൂ. റെക്ടിഫിക്കേഷൻ വളരെ വളരെ സിമ്പിൾ ചാപ്റ്റർ, പ്രശ്നമില്ലാത്ത. ഗ്രേറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് ഫോർ എവരി വൺ. താങ്ക് യു അമൻ, താങ്ക് യു. അവൻ നിങ്ങളൊന്ന് പേഴ്സണലി ചാറ്റ് വരണം. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അവനും ജുനൈദും ഇത് പക്ക ക്ലിയർ, കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടാണ് നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. സോ എന്താണ് അതിന്റെ റിയാലിറ്റി? അതല്ലെങ്കിൽ എനിക്ക് സന്തോഷത്തിന് ഒരു കുഴപ്പമില്ല, കാരണം ബിക്കോസ് ഓഫ് യു പീപ്പിൾ ആർ മൈ ഗൈസ്. സോ അതുകൊണ്ട് അതിലേക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. പക്ഷെ നിങ്ങൾ ചെയ്ത് കണ്ടതിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി, ഭയങ്കര സന്തോഷം എനിക്ക് തോന്നി. മീൻസ് നിങ്ങളുടെ റേഞ്ച് എന്താന്നുള്ളത് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് അറിയുന്നതിൽ ഒരു സന്തോഷം. അത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. കാരണം നിങ്ങൾ എല്ലാവരും നമ്മളുടെ ബഡീസ് ആണ്. സോ യാ, നിങ്ങൾ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് രണ്ടാളും ഒന്ന് വാട്സപ്പിൽ ഇട്ടാൽ ബെറ്റർ ആയി. ഓക്കെ, ബൈ, സി യു, ഗുഡ് നൈറ്റ് ഫോർ എവരി വൺ. താങ്ക് യു അൻർവേദ്, താങ്ക് യു ഹാമി, താങ്ക് യു ഗുഡ് നൈറ്റ്, താങ്ക് യു നസ്രീൻ. ഓക്കെ ഓക്കെ ഓക്കെ. ജനീർ, താങ്ക് യുടാ, താങ്ക് യു. ഈ ഏത് സ്കൂളാടാ അവൻ?